ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രേനാസ് വേൾഡ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ സമൂസ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമൂസ ഷീറ്റ്സ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് എണ്ണയാണ്. അപ്പോൾ നല്ല തിളച്ച എണ്ണ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് കട്ട പിടിച്ച് കിടക്കാനായിട്ട് കാണാം. അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നമ്മളിതൊരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴയ്ക്കണം. ചപ്പാത്തി കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വേണം ഈ ഡോ ഫോം ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് സമൂസ നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടിരിക്കുക. ഞാനൊരു 5 മിനിറ്റോളം നന്നായി കുഴച്ചിട്ടുണ്ടായിരുന്നു. ഡോ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡോ അങ്ങ് ഡ്രൈ ആയി പോകാനായിട്ട് തുടങ്ങും. ഡോ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് സമൂസയിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ വീതം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേറെ വെജിറ്റബിൾസ് ഒന്നും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കൊരു പാൻ ചൂടാകാനായി വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ 1 പച്ചമുളകേ എടുത്തിട്ടുള്ളായിരുന്നു. നിങ്ങൾക്ക് 2ഓ 3ഓ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവോള ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. സവോള ഇപ്പം ചെറുതായി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കാശ്മീരി മുളക് പൊടിയല്ല. ഇനി ചേർക്കുന്നത് ഗരം മസാല. ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. ഇതിൽ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമാണ് പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടുക. പച്ചമണം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ചേർക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ്, ബീൻസ് ഏതൊക്കെയാണോ താല്പര്യം അതൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം ഉരുളൻകിഴങ്ങിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നമ്മളിനി ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഫോഴ്സ് കൊടുത്ത് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ സമൂസ ഷീറ്റ്സ് ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്കിത് ചെറിയ റോൾസായിട്ട് എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ചെറിയ റോൾസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ റോളും ഇതിലേക്ക് വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്താവുന്നതാണ്. റെക്റ്റാങ്കിൾ ആയാലും കുഴപ്പമില്ല, സ്ക്വയർ ആയാലും കുഴപ്പമില്ല, റൗണ്ട് ആയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നീളത്തിലൊന്ന് പരത്തി കാണിക്കാം. അപ്പോൾ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി വേണം പരത്താനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ സമൂസ നല്ല പെർഫെക്റ്റായി വരിക. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എക്സ്ട്രാ കട്ട് ചെയ്യുന്ന പോർഷൻസ് കളയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഒരു ഡോ ഫോം ചെയ്തിട്ട് വീണ്ടും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാനൊരു ചെറിയ സമൂസ ഷീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൈപ്പത്തിയുടെ വലുപ്പത്തിലുള്ള ഒരു ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്ക് ചെറിയ ഷീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ ഫോൾഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് നീളത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഒരു റോള് കൂടി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കറക്റ്റ് റെക്റ്റാങ്കിൾ അല്ല, കുറച്ചുകൂടി ഒന്ന് വിട്ട് കൂട്ടിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂസ ഫോൾഡ് ചെയ്യാൻ ഒക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ഒരിക്കലും കളയുന്നില്ല. ഇതിന് നടുവിൽ കൂടി ഒരു കട്ടിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് 2 സമൂസ ഷീറ്റ്സ് കിട്ടും. കണ്ടില്ലേ? അപ്പം നല്ല നീളത്തിലുള്ള 2 ഷീറ്റ്സ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല കനം കുറഞ്ഞിട്ട് നല്ല തിന്നായിട്ടുള്ള 2 ഷീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമൂസ ഷീറ്റ്സ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സമൂസയും ഒരേപോലെ ഒരേ ഷേപ്പിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെറിയ ഷീറ്റ്സ് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഡോയിൽ നിന്നും കുറച്ച് ഭാഗം എന്തായാലും അധികം വരും. ആ ഒരു പോർഷൻ നമ്മൾ പരത്തിയെടുക്കുമ്പോഴേക്കും വലിപ്പം കാണില്ല ഷീറ്റ്സിന്. അതെങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു പരന്ന പാത്രം അല്ലെങ്കിൽ ഒരു ദോശത്തവ ഒന്ന് ചൂടാകാനായി വേണ്ടി വെക്കണം. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ള സമൂസ ഷീറ്റ്സ് തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് അത്ര മതിയായിരിക്കും. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരു 10 സെക്കൻഡ് വീതം തവയിൽ വെച്ച ശേഷം നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഷീറ്റ്സും ചെയ്തെടുക്കണം. നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഷീറ്റ്സ് വളരെ തിന്നാണ്. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ഇതിലേക്ക് വെക്കാനായിട്ട് പ്രയാസമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് സമൂസ ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ നിന്നും താഴേക്ക് ട്രയാങ്കിൾ ഫോമിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത പോർഷനിൽ നിന്നും വീണ്ടും താഴേക്ക് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം ഡയഗണൽ വന്ന പോർഷനിൽ നിന്നും ഒരു വട്ടം കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 3 ഫോൾഡിങ്സ് ആണ് നമുക്കുള്ളത്. ഇനി നമുക്ക് ഈ പോർഷനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തണുത്ത് സെറ്റായി ഇരിപ്പുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് ഇപ്പോൾ ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള പോർഷൻ താഴേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ചൊരു മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വന്ന പോർഷനിലേക്ക് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോർണേഴ്സിലൊക്കെ ഒന്ന് നന്നായിട്ട് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം നമുക്ക് ഈ എക്സ്ട്രാ വന്ന പോർഷൻ താഴോട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി സൈഡിലേക്ക് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സമൂസ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി 3 കോർണേഴ്സിലും ചെറിയ വിടവുകളൊക്കെ കാണും. അവിടെയൊക്കെ കുറച്ച് മൈദ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സമൂസ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
സമൂസ ഷീറ്റ്സിൻ്റെ ലെങ്ത് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഫില്ലിങ്സ് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാകും ലെങ്ത് കൂടുതലാണോ എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ഈ ഒരു ഷീറ്റിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഇച്ചിരി കുറഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ചെറിയ സമൂസ ഷീറ്റ്സ് എങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് ട്രയാങ്കിൾ ഫോമിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം താഴോട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതിയാകും. ഇതിന് 2 ഫോൾഡിങ്സേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ കാണുന്ന പോർഷനിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊന്ന് ചെയ്യണം. ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇതിന് ശേഷം എക്സ്ട്രാ വന്ന പോർഷനിലേക്ക് നമുക്ക് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ഫില്ലിംഗ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പോർഷനിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മൈദ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് സ്റ്റിക്കായിരിക്കും. അപ്പോൾ നമ്മളുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാനെ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിതിലേക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഇപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വയ്ക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഒരു സൈഡൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂസ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 2 വശവും റെഡിയായതിനു ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് നിങ്ങൾ ബേക്കറിയിൽ നിന്നും സമൂസ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്